ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 3 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിച്ചിരിക്കേണ്ട 8 ബേസിക് മാനേഴ്സിനെ പറ്റിയാണ്. ഇതൊരിക്കലും കുട്ടികളെ പെർഫെക്റ്റ് ആയിട്ടുള്ള കിഡ്സ് ആക്കാനുള്ളതല്ല, മറിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന അനുസരണയുള്ള കുട്ടികളായി മാറ്റാനുള്ള 8 ശീലങ്ങളാണ്. ഒന്നാമത്തേത്, ഒരാളുടെ സാധനം എടുക്കുമ്പോൾ അവരുടെ അനുവാദം ചോദിച്ച ശേഷം മാത്രം സാധനങ്ങൾ എടുക്കുക. 3 വയസ്സിൽ കുട്ടികൾക്ക് തൻ്റേത് മറ്റുള്ളവരുടേത് എന്ന വേർതിരിവ് വ്യക്തമായി ഉണ്ടാകില്ല. കാണുന്നതെല്ലാം സ്വന്തമാക്കാൻ തോന്നുമ്പോഴാണ് ചോദിക്കാതെ എടുക്കുന്ന ശീലം ഉണ്ടാകുന്നത്. പേരൻസ് എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രായത്തിലെ സ്വാഭാവികമായ ഉടമസ്ഥതാ ബോധത്തെ മനസ്സിലാക്കുക. മാതാപിതാക്കൾ സ്വന്തം ജീവിതത്തിൽ അനുവാദം ചോദിക്കുന്നത് കുട്ടികൾ കാണട്ടെ. ചോദിച്ചിട്ട് എടുക്കാം എന്ന ലളിതമായ വാചകം ഉപയോഗിക്കുക. വീട്ടിൽ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ പുസ്തകങ്ങളോ കളിപ്പാട്ടങ്ങളോ എടുക്കാൻ കുട്ടി പോകുമ്പോൾ അവരെ തടഞ്ഞ് ഇങ്ങനെ പറയുക: അപ്പു, അത് ചേച്ചിയുടെ ബുക്കാണ് കേട്ടോ, നമുക്ക് ചേച്ചിയോട് അനുവാദം ചോദിക്കാം. ചേച്ചി, ഞാൻ ഈ ബുക്ക് ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കൂ. ചേച്ചി സാരമില്ല എടുത്തോളൂ എന്ന് പറയുമ്പോൾ കുട്ടിയെ കൊണ്ട് താങ്ക് യു പറയിക്കുക. ഇത് നിരന്തരം ആവർത്തിക്കുമ്പോൾ കുട്ടി അനുവാദം ചോദിക്കാൻ പഠിക്കും. രണ്ടാമത്തേത്, മറ്റൊരാളുടെ ബെഡ്റൂമിൽ അനുവാദമില്ലാതെ കയറരുത്. വിരുന്നിന് പോകുമ്പോൾ കുട്ടി വീട് മുഴുവൻ ഓടി നടക്കുന്നതും ബെഡ്റൂമുകളിൽ കയറുന്നതും പലപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പ്രൈവസി അഥവാ വ്യക്തിപരമായ അതിരുകൾ എന്താണെന്ന് കുട്ടിയെ പഠിപ്പിക്കേണ്ട സമയമാണിത്. ബെഡ്റൂമുകൾ വ്യക്തിപരമായ സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. യാത്ര തിരിക്കും മുമ്പ് തന്നെ കുട്ടിയോട് നിയമങ്ങൾ പറയുക. ലിവിംഗ് റൂം എല്ലാവർക്കും ഉള്ളതാണെന്നും ബെഡ്റൂം വീട്ടുകാരുടെ മാത്രമാണെന്നും വേർതിരിച്ച് കാണിക്കുക. മറ്റൊരാളുടെ വീട്ടിൽ പോകുന്നതിന് മുൻപ് കാറിലോ ബസ്സിലോ വെച്ച് കുട്ടിയോട് പറയുക: നമ്മൾ അമ്മുവിൻ്റെ വീട്ടിൽ പോവുകയാണ്, അവിടുത്തെ ഹാളിൽ നമ്മൾ കളിക്കും. അമ്മുവിൻ്റെ ബെഡ്റൂമിൽ നമ്മൾ കയറില്ല കേട്ടോ. അവിടെ കയറണമെങ്കിൽ അവരുടെ അനുവാദം ചോദിക്കണം. വിരുന്ന് വന്ന വീട്ടിൽ വെച്ച് കുട്ടി ബെഡ്റൂമിൽ പോകാൻ നോക്കിയാൽ വഴക്കു പറയാതെ വരൂ, നമുക്ക് ഇവിടെ ഇരുന്ന് കളിക്കാം എന്ന് പറഞ്ഞ് തിരികെ വിളിക്കും. മൂന്നാമത്തേത്, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായ മൂടുക എന്നതാണ്. കുട്ടിയുടെ പേഴ്സണൽ ഹൈജീനും മറ്റുള്ളവരോടുള്ള പരിഗണനയും വളർത്താൻ ഈ ശീലം അത്യന്താപേക്ഷിതമാണ്. അണുക്കൾ പടരുന്നത് തടയാൻ 3 വയസ്സുകാരനെ സയൻസ് പഠിപ്പിക്കേണ്ടതില്ല. പകരം ലളിതമായ ചില വിദ്യകൾ പഠിപ്പിച്ചെങ്കിലേ മതിയാകും. കയ്യിൽ വെറുതെ തുമ്മാതെ കൈമുട്ട് മടക്കി തുമ്മാനായി പഠിപ്പിക്കുക. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ അണുക്കൾ മറ്റുള്ളവർക്ക് അസുഖം വരുത്തുമെന്ന് പറയുക. ഇതൊരു കളിയാക്കി കുട്ടികൾക്ക് പരിശീലനം നൽകുക. അടുത്തത്, സമ്മാനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് രക്ഷിതാക്കളോട് ചോദിക്കുക എന്നതാണ്. അപരിചിതരോ ബന്ധുക്കളോ ആകട്ടെ, എന്തെങ്കിലും നീട്ടുമ്പോൾ പെട്ടെന്ന് വാങ്ങി കഴിക്കുന്നതോ കൈവശം വെക്കുന്നതോ സുരക്ഷിതമല്ല എന്ന് അവരെ പഠിപ്പിക്കുക. സുരക്ഷയുടെയും മര്യാദയും ഭാഗമായി ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അലർജി, സുരക്ഷിതമല്ലാത്ത ആഹാരം എന്നിവ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അച്ഛനമ്മമാരാണ് അന്തിമ തീരുമാനം എടുക്കുന്നതെന്ന് കുട്ടിക്ക് മനസ്സിലാകും. സമ്മാനം വാങ്ങുന്നതിന് മുൻപുള്ള അനുവാദം നിർബന്ധമായി തുടരുക. ഒരു ബന്ധു കുട്ടിക്ക് മിഠായി വെച്ച് നീട്ടുമ്പോൾ കുട്ടി പെട്ടെന്ന് കൈ നീട്ടിയാൽ മാതാപിതാക്കൾ ലളിതമായി ഇടപെടുക. അടുത്തത്, സ്വന്തം സാധനങ്ങൾ ഷെയർ ചെയ്യാൻ കുഞ്ഞിനെ നിർബന്ധിക്കരുത്. ഇത് കുട്ടികൾക്കുള്ളതല്ല, മാതാപിതാക്കൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം കളിപ്പാട്ടങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കുട്ടി തയ്യാറായില്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് കൊടുപ്പിക്കരുത്. സ്വന്തം സാധനങ്ങളിൽ കുട്ടിക്കുള്ള അവകാശത്തെ ആദ്യം അംഗീകരിക്കുക. നിർബന്ധിച്ചുള്ള ഷെയറിംഗ് കുട്ടികളിൽ വാശിയും ദേഷ്യവും ഉണ്ടാക്കും. പങ്കുവെക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളും മാറ്റിവെക്കേണ്ട സാധനങ്ങളും കുട്ടി തന്നെ തിരഞ്ഞെടുക്കുക. മറ്റൊരു കുട്ടി വീട്ടിൽ വരാൻ നേരത്ത് കുഞ്ഞുങ്ങളോട് മുൻകൂട്ടി സംസാരിക്കുക. അപ്പുവിന് ആരോടും കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഏത് ടോയാണ് ഉള്ളതെന്ന് അത് മനസ്സിലാക്കുക. അത് നമുക്ക് അലമാരയിൽ മാറ്റിവെക്കാമെന്ന് പറയുക. ബാക്കിയുള്ളവ വെച്ച് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ സമ്മതിക്കുക. തൻ്റെ സാധനങ്ങൾക്ക് സുരക്ഷിതത്വവും ലഭിക്കുമ്പോൾ കുട്ടി സ്വയം പങ്കുവയ്ക്കാൻ തയ്യാറാകും. അടുത്തത്, മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നുള്ളതാണ്. വീടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് കുട്ടിക്കാലത്തെ തുടങ്ങേണ്ട പൗരത്വ ബോധമാണ്. വേസ്റ്റ് ബിൻ കണ്ടില്ലെങ്കിൽ മാലിന്യം കയ്യിൽ തന്നെ വെക്കാനുള്ള ശീലം ഉണ്ടാക്കുക. വഴിയോരങ്ങളിൽ ചവറുകൾ ഇടരുതെന്ന് പഠിപ്പിക്കുക. വേസ്റ്റ് ബിൻ കാണുന്നത് വരെ കവറുകൾ പാക്കറ്റിലോ ബാഗിലോ സൂക്ഷിക്കാനായി പഠിപ്പിക്കുക. വീട്ടിലും മാലിന്യങ്ങൾ ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടാനായി അവരെ ശീലിപ്പിക്കുക. ഇത് കുട്ടികളിൽ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കും. അടുത്തത്, ആളുകളെ അഭിവാദ്യം ചെയ്യുക, നന്ദി പറയുക എന്നിവയാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ആശയവിനിമയം നടത്തുമ്പോഴും ലളിതമായ മര്യാദ വാക്കുകൾ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ സാമൂഹിക ഇടപെടലുകൾ മെച്ചപ്പെടുത്തും. പ്ലീസ്, താങ്ക് യു, സോറി, ഹലോ ഇതൊക്കെ അവരെ ശീലിപ്പിക്കുക. ആളുകൾ വരുമ്പോൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കരുത്. പകരം ഒരു ചിരിയോ കൈവീശലോ പ്രോത്സാഹിപ്പിക്കുക. സംസാരിക്കുമ്പോൾ പതുക്കെയും വ്യക്തമായും സംസാരിപ്പിക്കാൻ പഠിപ്പിക്കുക. വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ കുട്ടിയോട് ഓടിപ്പോയി ഒളിക്കാതെ ഹലോ, നമസ്കാരം എന്നൊക്കെ പറയാൻ ശീലിപ്പിക്കുക. കുട്ടിക്ക് നാണമാണെങ്കിൽ കൈ വീശി കാണിക്കാൻ പറയുക. എന്തെങ്കിലും സാധനം ലഭിച്ചാൽ ലളിതമായി താങ്ക് യു എന്ന് പറയാൻ പ്രോത്സാഹിപ്പിക്കുക. മാതാപിതാക്കൾ കുട്ടികളോടും ഈ വാക്കുകൾ ദിവസവും ഉപയോഗിക്കുക. അടുത്തത്, മുതിർന്നവർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക എന്ന് പഠിപ്പിക്കലാണ്. 3 വയസ്സുള്ള കുട്ടികൾക്ക് ക്ഷമ കുറവായിരിക്കും. മുതിർന്നവർ സംസാരിച്ചു നിൽക്കുമ്പോൾ അവർ ഉറക്കെ നിലവിളിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒക്കെ ചെയ്യും. ക്ഷമയോടെ കാത്തിരിക്കാൻ അവരെ പഠിപ്പിക്കുക.
കാത്തിരിപ്പെന്നത് ഒരു ശീലമായി വളർത്തുക. സംസാരിക്കാൻ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പേരൻസിനോട് പറയാനായി അവരെ പഠിപ്പിക്കുക. കുട്ടി കാത്തു നിൽക്കുമ്പോൾ മാതാപിതാക്കൾ കുട്ടിയുടെ കൈ ചേർത്ത് പിടിച്ച് 1 മിനിറ്റ് കേട്ടോ എന്ന് സൂചന നൽകുക. 3 വയസ്സുള്ള കുട്ടികളെ ഈ ശീലങ്ങൾ പഠിപ്പിച്ചെടുക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒന്നല്ല. മാതാപിതാക്കൾ തങ്ങളുടെ പെരുമാറ്റത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് കുഞ്ഞുങ്ങൾ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.